വരുമ്പോഴും എല്ലാവരും ഓലും പറഞ്ഞ് ജീവനുണ്ടെന്ന്. എനിക്കും തോന്നി ജീവനുണ്ടാവും. ജീവനില്ലാത്ത ഒരു മനുഷ്യനെ ഇപ്പോൾ വീൽ ചെയറിൽ ഇരുത്താൻ പറ്റില്ലല്ലോ, അത് കിടത്തിയിട്ടല്ല വേണ്ടത്. അതാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്, വീൽ ചെയർ വേണോ വെച്ചർ വേണോ എന്നുള്ളത്. സൂപ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചിങ്ങനെ, അല്ല ഇന്നലെ രാത്രി നിങ്ങളാണോ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്, അവിടെ ഒരു ബോഡി വന്നല്ലോ, ആർട്ടക്കിൻ്റെ ഒരു ആൾ വന്നല്ലോ, വരുമ്പോൾ ജീവനുണ്ടായിനോ എന്താ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജീവനുണ്ടോ എന്ന് നോക്കിയാൽ ഡോക്ടറാണ്, എനിക്കറിയില്ല. ഇരുത്തിയിട്ടാണ് കൊണ്ടുപോയത്, വീൽ ചെയറിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോയി ഞങ്ങളവിടെ ബെഡ്മ കിടത്തുന്നത്. ഇവർ രണ്ടാളും താങ്ങി പിടിച്ച് വീൽ ചെയറിൽ ഇരുത്തി. ഒരു മരിച്ച മനുഷ്യനെ, ജീവില്ലാത്ത ഒരു മനുഷ്യനെ വീൽ ചെയറിൽ ഇരുത്താൻ പറ്റുമോ സാറേ എന്ന് ഞാനും ചോദിച്ചിരുന്നു. അതല്ലാത്ത ഞാൻ മരിച്ചെന്നുള്ളത് ഞാനും അല്ല ജീവൻ ഉണ്ടായെന്നുള്ളത് ഞാനും വാസി പിടിച്ച് പറഞ്ഞിട്ടില്ല. ഓരിങ്ങനെ പറയുന്നുണ്ട്, ഗേറ്റ് ഇവിടുന്ന് കോമ്പൗണ്ട് കിടക്കുമ്പോൾ വരെ സംസാരിച്ചതിന് ഇവിടെ എത്തേണ്ട ശേഷമാണ് മരിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് അവസാന ഘട്ടത്തിൽ അവിടെ എത്തി, ഡോക്ടർ വരാൻ കുറച്ച് വൈകി. അപ്പോൾ തന്നെ ഇയാൾ മരിച്ചതിന് ഡോക്ടർ കാണുന്നത് മരിച്ച നിലക്കാണ്. അതിപ്പോൾ എങ്ങനെ ഇതിന് എന്തായതെന്ന് ഞാൻ അറിയില്ല. ഇത്ര എൻ്റെ അടുത്തുണ്ടായ സംഭവം അല്ല. അതിനിപ്പോൾ എന്നെ ഒരു കരുവാക്കിങ്ങാണ്ട് ഓരെ പറഞ്ഞതൊന്നും ഇല്ല, ഞാൻ പറഞ്ഞത് മാത്രം, ഞാൻ പറഞ്ഞതല്ല പറയാത്തത് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്നെ അവിടുന്ന് ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത്. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും. കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം വിവാദത്തിൽ ദൃക്സാക്ഷിയായ സെക്യൂരിറ്റി ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആശുപത്രി അധികൃതരെ പ്രതികാര നടപടി. താലൂക്ക് ആശുപത്രിയിൽ കരാറെടുത്ത ഏജൻസിക്ക് കീഴിൽ 5 മാസത്തോളമായി സെക്യൂരിറ്റി ജോലി ചെയ്തു വന്നിരുന്ന പെരുവള്ളൂർ പറമ്പിൽപീടിക സ്വദേശി ഹംസയെയാണ് ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത്. കഴിഞ്ഞ ദിവസം മുതൽ ജോലിക്ക് വരേണ്ടതില്ലെന്ന് ഓഫീസിൽ നിന്നും അറിയിക്കുകയായിരുന്നു. കരാർ കമ്പനിയിൽ ആശുപത്രി അധികൃതർ നിരന്തരം ഇദ്ദേഹത്തെ നീക്കാൻ ആവശ്യമുയർന്നതോടെ മറ്റൊരാളെ ജോലിക്ക് നിശ്ചയിച്ചു. ആശുപത്രി സൂപ്രണ്ട് നിർദ്ദേശിച്ച ഉണ്ണികൃഷ്ണൻ എന്നയാളെയാണ് പുതിയതായി സെക്യൂരിറ്റിയായി നിയമിച്ചിട്ടുള്ളത്. ജനുവരി 2-ന് പുലർച്ചെ 3 മണിക്ക് അത്യാഹിത വിഭാഗത്തിലെത്തിയ രോഗി മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉടലെടുത്തത്. ഈ സമയത്ത് അത്യാഹിത വിഭാഗത്തിന് പുറത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഹംസയായിരുന്നു. ഓട്ടോറിക്ഷയിലെത്തിച്ച രോഗിയെ വീൽചെയറിലേക്ക് മാറ്റുന്നതും കാഷ്വാലിറ്റി ബെഡിൽ കിടത്തുന്നതുമെല്ലാം ഹംസയായിരുന്നു. കൂടാതെ ഈ സമയത്ത് റെസ്റ്റ് റൂമിലായിരുന്ന ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരുന്നതും മറ്റും ഹംസ തന്നെയായിരുന്നു. തുടർന്ന് ഡോക്ടറെത്തി മരണം സ്ഥിരീകരിച്ചു. പിന്നാലെ തുടർ നടപടികളും പോസ്റ്റ്മോർട്ടം അടക്കം വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ബലിയാടാക്കിക്കൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാരനെ പുറത്താക്കിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ഹംസ പറയുന്നത് ഇങ്ങനെ. 2-ാം തീയതിയായിട്ടാണ് തോന്നുന്നുണ്ട്, രാത്രി ഒരു ഹാർട്ടക്കിന് ഒരു കേസ് വന്നു, പേഷ്യൻ്റ് വന്നു. ഓരൊപ്പം 2 ആൾക്കാരുണ്ടായിരുന്നു. ഈ പേഷ്യൻറ്റിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ 3 ആൾ രാത്രി 3 മണിക്ക്, വെളുപ്പിന് 3 മണിക്ക് വന്നുകൊണ്ട് ഓട്ടോറിക്ഷ പെട്ടെന്ന് അവിടെ നിർത്തിയപ്പോൾ ഞാനാണ് ഡ്യൂട്ടിയിലുണ്ടായത്. വേറെ ആരുമില്ല. അകത്ത് 2 നഴ്സുമാരുണ്ട്, ഒരാൺ നഴ്സുണ്ട്, ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി കേൾക്കുമ്പോൾ നമ്മളെ ഡ്യൂട്ടിയാണല്ലോ, പെട്ടെന്ന് എന്താ വേണ്ടി, വീൽ ചെയർ വേണോ എക്സർ വേണോ എന്ന് ചോദിക്കൽ നമ്മളെ ഇതിൽ പെട്ടാണ്. അപ്പോൾ എന്താ വേണ്ടി, വീൽ ചെയർ മതിയോ എക്സർ വേണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എക്സർ വേണ്ട, വീൽ ചെയർ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീൽ ചെയർ കൊണ്ടുപോയി ഓട്ടോറിക്ഷൻ്റെ വാതിക്കൽ അവിടെ നിർത്തി. ഇവർ 2 ആൾ താങ്ങി പിടിച്ച് വണ്ടിമേൽ ഇരുത്തി കൊണ്ടുപോയി ബെഡ്മേൽ കിടത്തിൻ്റെ ശേഷം നഴ്സുമാർ വന്നിട്ട് ഒരാൾ പഞ്ചിങ് കൊടുത്തു, നെഞ്ഞിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. മറ്റാൾ ലേഡി നഴ്സ് പിന്നെ ഓക്സിജൻ വെച്ചു, ഇതൊക്കെ നോക്കുന്നുണ്ട്, പ്രഷറും ഷുഗറൊക്കെ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് ഓപ്പിച്ചിട്ട് എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാരായണൻ എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവറാണ്, അയൽവാസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നാരായണ ഓപ്പിറ്റിക്കിന് ഓടി. അവിടെ പോയിട്ട് നോക്കുമ്പോൾ ഓല് ഉറങ്ങുകയാണ്. ഒപ്പി കൗണ്ടറിൽ ഒരു ലേഡിയുള്ള അത് ഉറങ്ങുകയായിരുന്നു. അങ്ങനെ അതിനൊക്കെ വിളിച്ച് ഉണർത്തി വരുമ്പോഴത്തേന് തന്നെ ഒരു 5-8 മിനിറ്റ് അതായി. ചീട്ട് കൊണ്ടുവരുമ്പോഴത്തേന് ഞാൻ ഓടിപ്പോയിട്ട് ECGൻ്റെ ആൾക്കാരെ വിളിച്ചു. ഒരു ചെക്കൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, ഓനെ വിളിച്ചു. ECGൻ്റെ ആൾ വന്ന് ECG എടുത്തു. ECG എടുത്തതിൻ്റെ ദിവസം എടുക്കത്തോണ്ടുള്ളവർക്ക് മാഡം പറഞ്ഞ്, സിസ്റ്റർ പറഞ്ഞു എന്നോട് വേഗം പോയിട്ട് ഡോക്ടറെ വിളിക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ ബാക്കിൽ റൂമിൽ കിടന്നുറങ്ങുകയാണ്.
അവിടുന്ന് ഡോക്ടറെ പോയി വാതിൽ തട്ടി വിളിച്ച് ഉണർത്തി കണ്ട് ഞാൻ വേഗം വന്നു ഞാനും കൊടുത്ത് കുറേ പഞ്ചിങ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ECG കഴിഞ്ഞപ്പോൾ ഞാൻ ECG കാരനോട് ചോദിച്ചാൽ എന്താ പാടുന്നുള്ളത്. അപ്പോൾ ആൾ പോയി ഇന്ന് പറഞ്ഞു. ഞാൻ പഞ്ചിങ് അവിടെ നിർത്തിയപ്പോൾ ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു മരിച്ചിനെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ അതിൽ ഇൻറ്റിമൻസിൽ എന്തൊക്കെ എഴുതി വെച്ചിനെന്നുള്ളത് ഞാൻ അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളെ ജ്യേഷ്ഠൻ്റെ മോനും വന്നപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു ആൾ പോയി, ഇനിയിപ്പോൾ ഏതായാലും നിങ്ങൾ പോയിട്ട് ഒരു വെള്ളത്തുണി വാങ്ങിയിട്ട് വരികയെന്നും പറഞ്ഞു. ഞാനും അയാളും കൂടി ഓടി വന്ന് ഗേറ്റിൻ്റെ അടുത്ത് ആ കടയിൽ നോക്കിയപ്പോൾ കടയിൽ ആളില്ല, കട അടച്ചീന് 3 മണിക്കല്ലേ, അതുകൊണ്ട് കട അടച്ച് ഓന് പോയിന്. അവിടെ കടക്കലുണ്ടായിരുന്നു, അവിടെ കാണുന്നില്ല ആളെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വണ്ടിയുള്ളതല്ലേ, വേറെ പോയിട്ട് ലൈലാസ് എന്നൊരു തുണി കൊണ്ടുവരിയെന്നും പറഞ്ഞു. അയാളെ പറഞ്ഞയച്ച് പോയി വരുമ്പോഴത്തേന് അരമണിക്കൂർ അതും കഴിഞ്ഞ് അവിടെ പോയി ഓരോ തട്ടി പിടിച്ച് തുണിയൊക്കെ വാങ്ങി വരുമ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്താണ് 3 മണിക്കാണ് ഇവർ വന്നത്. അങ്ങനെ പിന്നെ ഈ ഇൻറ്റിമൻസൊക്കെ എഴുതി വെച്ചിങ്ങാണ്ട് ഡോക്ടർ പോയി പിന്നെയും കിടന്നുറങ്ങി. അതിൽ സിസ്റ്റർ പറഞ്ഞു ഇത് കൊണ്ടായിട്ട് സ്റ്റേഷനിൽ കൊടുത്താളെന്നും പറഞ്ഞു. ഞാൻ ആ സമയത്ത് സ്റ്റേഷനിൽ പോലീസുകാരൻ്റെ അടുത്ത് ഇൻറ്റിമൻസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ബോഡി അവിടെ തന്നെ കിടത്തി രാവിലെ അപ്പോഴത്തേന് ഓരോരുത്തർ വിരൽ തുടങ്ങി, ഓരോ ബന്ധക്കാരും മറ്റൊരു മസാലൊക്കെ വിരൽ തുടങ്ങി മരിച്ചെന്നുള്ള വിവരം കിട്ടിയിട്ട് മറ്റേ പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റേ മസാലും ഒക്കെ വന്നു. പിന്നെ ഇതിൻ്റെ ഈ കാര്യം സംസാരിച്ചപ്പോൾ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തന്നെ എഴുതി വെക്കാൻ പറ്റുള്ളൂ, നിയമം അങ്ങനെയാണ്, ഇവിടെ വരുമ്പോൾ ജീവൻ ഉണ്ടോ ഇല്ല എന്നാണ് നമ്മളെ നോട്ടം, ഞാൻ വരുമ്പോൾ ജീവനില്ല, അതാണ് ഞാൻ എഴുതി വെച്ചതെന്ന് ഡോക്ടറും പറഞ്ഞു. അപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം വേണ്ടി വരും എന്ന് പറഞ്ഞ് അവിടെ എത്തി. ഓരോ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല, അവിടെ എത്തിയതിൻ്റെ ദിവസം മരിച്ചതെന്നും പറഞ്ഞിട്ട് ഓരോ നിൽക്കുന്നുണ്ട്. വരുമ്പോഴും എല്ലാവരും ഓരും പറഞ്ഞ് ജീവനുണ്ടെന്ന്. എനിക്കും തോന്നി ജീവനുണ്ടാവും. ജീവനില്ലാത്തൊരു മനുഷ്യനെ ഇപ്പോൾ വീൽ ചെയറിൽ ഇരുത്താൻ പറ്റില്ലല്ലോ, അത് കിടത്തിയിട്ടല്ല വേണ്ടത്. അതാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്, വീൽ ചെയർ വേണോ വെച്ചർ വേണോ എന്നുള്ളത്. എന്നതിൻ്റെ ശേഷം പിന്നെ നേരം വെളുക്കുന്നവരെ അവിടെ നിന്ന് കിടത്തി 5:30-6 മണിക്ക് ഡോക്ടർ വന്ന് പറഞ്ഞു മോർച്ചറിയിൽ കൊണ്ടുപോയി ആക്കിക്കളി, ഇവിടെ വല്ല പേഷ്യൻറ്റും വരുന്നതാണ്, മോർച്ചയെ കയറ്റിക്കളി എന്ന് പറഞ്ഞ് ഞാനും വേറെ മുറി കെട്ടുന്ന ചങ്ങായി ആളുണ്ട് അവിടെ, സ്റ്റാഫുണ്ട്, അയാളും ഞാനും ഓല ഭാഗത്തു നിന്ന് ഒരു 3-4 ആൾക്കാരും കൂടി എക്സ്റേ കൊണ്ടുവന്ന് അതിൽ എടുത്ത് കടത്തി നേരെ കൊണ്ടുപോയി ഫീസറിൽ മോർച്ചറിലാക്കിക്കൊണ്ട് പോന്നു. അപ്പോൾ തന്നെ ഇവർ ഡോക്ടറോടൊക്കെ സംസാരിച്ച് ഡോക്ടർ സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ട് എന്ത് സംസാരിച്ചെന്നുള്ളത് ഞാൻ അറിയില്ല. അതുപോലെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വന്നതിൻ്റെ ശേഷം ഞാൻ ചോദിച്ചു എന്താ അഭിപ്രായം എന്ന്. അപ്പോൾ പറഞ്ഞു 8 മണിക്ക് SI ഒക്കെ വരും, വന്നിട്ട് നോക്കിയിട്ട് വിട്ടുതരാം എന്ന് SI പറഞ്ഞിനെന്ന് പറഞ്ഞു. പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ 8 മണിയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ മാറ്റി പോവുകയും ചെയ്തു. പോയി കിടന്നുറങ്ങുന്ന സമയത്ത് 11:30 മണിക്ക് ഇവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുമില്ല, ഇവർ വിട്ടു കൊടുത്തിട്ടുമില്ല. അതിൽ മഞ്ചേരി കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രശ്നമായപ്പോൾ സൂപ്രണ്ട് എന്നെ വിളിച്ചു. സൂപ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചിങ്ങനെ അല്ല ഇന്നലെ രാത്രി നിങ്ങളാണോ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്, അവിടെ ഒരു ബോഡി വന്നല്ലോ, ആർട്ടക്കിൻ്റെ ഒരു ആൾ വന്നല്ലോ, വരുമ്പോൾ ജീവൻ ഉണ്ടായിനോ എന്താ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജീവനുണ്ടോ എന്ന് നോക്കാൻ ഡോക്ടറാണ്, എനിക്കറിയില്ല, ഇരുത്തിയിട്ടാണ് കൊണ്ടുപോയത്, വീൽ ചെയറിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോയി ഞങ്ങളവിടെ ബെഡ്മ കടത്തുന്നത്. ഇവർ രണ്ടാളും താങ്ങി പിടിച്ച് വീൽ ചെയറിൽ ഇരുത്തി. ഒരു മരിച്ച മനുഷ്യനെ ജീവില്ലാത്ത ഒരു മനുഷ്യനെ വീൽ ചെയറിൽ ഇരുത്താൻ പറ്റുമോ സാറേ എന്ന് ഞാനും ചോദിച്ചിന്. അതല്ലാത്ത ഞാൻ മരിച്ചെന്നുള്ളത് ഞാനും ജീവൻ ഉണ്ടായെന്നുള്ളത് ഞാനും വാശി പിടിച്ച് പറഞ്ഞിട്ടില്ല. ഓരിങ്ങനെ പറയുന്നുണ്ട് ഗേറ്റ് ഇവിടുന്ന് കോമ്പൗണ്ട് കടക്കുമ്പോൾ വരെ സംസാരിച്ചതിന് ഇവിടെ എത്തേണ്ട ശേഷമാണ് മരിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് അവസാന ഘട്ടത്തിൽ അവിടെ എത്തി. ഡോക്ടർ വരാൻ കുറച്ച് വൈകി. അപ്പോൾ തന്നെ ഇയാൾ മരിച്ചതിന് ഡോക്ടർ കാണുന്നത് മരിച്ച നിലക്കാണ്. അതിപ്പോൾ എങ്ങനെ ഇതിന് എന്തായതെന്ന് ഞാൻ അറിയില്ല. ഇത്ര എൻ്റെ അടുത്തുണ്ടായ സംഭവം അല്ല. അതിനിപ്പോൾ എന്നെ ഒരു കരുവാക്കിങ്ങാണ്ട് ഓലെ പറഞ്ഞതൊന്നും ഇല്ല, ഞാൻ പറഞ്ഞത് മാത്രം, ഞാൻ പറഞ്ഞതല്ല പറയാത്തത് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്നെ അവിടുന്ന് ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത്. അതിപ്പോൾ 2-ാം തീയതി കഴിഞ്ഞ് ഇന്നലെ ഞാനിപ്പോൾ 8-ാം തീയതി വൈകുന്നേരം ഉണ്ട് ഇങ്ങനെ എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ അവിടുന്ന് ഒഴിവാക്കണം, നിങ്ങളെ കൊണ്ട് ഭയങ്കര പരാതിയുണ്ട്, മറിച്ചിനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പരാതി ഉണ്ടെങ്കിൽ ഒഴിവാക്കിക്കളി. എന്താ പരാതി എന്ന് വെച്ചാൽ പറഞ്ഞു ഇന്നാൾ വന്ന ആ ബോഡി നിങ്ങളാണ് ജീവനുണ്ട് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ജീവനുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ജീവനുണ്ട് എന്നുള്ളത്. അതിൻ്റെ ശേഷം അതുമാത്രമല്ല ഇവരൊക്കെ എന്നോട് പറഞ്ഞു, നഴ്സ് എന്നോട് പറഞ്ഞു
ഇനി ആര് വന്നാലും അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞു. സംശയമുണ്ട്, ജീവനുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഒരു ഇതെടുത്തിട്ട് അങ്ങനെ എടുത്തിട്ടില്ല, ഞാൻ പോവുകയും ചെയ്ത്. പോയി കഴിഞ്ഞതിൻ്റെ ദിവസം ഇപ്പോൾ 8-ാം തീയതി വൈകുന്നേരം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒഴിവാക്കി കളി. ഒഴിവാക്കുന്നതിൻ്റെ മുന്നായിട്ട് എൻ്റെ കണക്ക് കൂട്ടി എൻ്റെ പൈസ ഇങ്ങോട്ട് വിട്ടാളി, കേസ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതും വിട്ടാളി എന്ന് പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് എൻ്റെ പൈസയും വിട്ട് തന്നു. പിന്നെ വിളിക്കുന്നുണ്ട്, നാളെ മുതൽ ജോലിക്ക് കയറണ്ടെന്ന് പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞെന്ന് പറഞ്ഞു. സംസാരിച്ചപ്പോൾ ഇതേ ഏജൻറ്റന്മാരെ പത്രക്കാർ വിളിച്ചപ്പോൾ പത്രക്കാർ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ സൂപ്രണ്ട് നിരന്തരം വിളിച്ച് ബുദ്ധിമുട്ടാക്കുകയാണ്, അയാളൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മൂപ്പറെ മാറ്റിയത്. സൂപ്രണ്ടിൻ്റെ ഇതിൽ റെക്കമെൻഡിൽ തന്നെ വേറെ ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ കയറ്റിയിട്ടുണ്ട് എനിക്ക് പകരം. അതാണ് അവിടെ സംഭവം ഉണ്ടായത്. അല്ലാണ്ട് വേറെ ഒരു ഇത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ആരും പറഞ്ഞതും ഇല്ലാണ്ട് എന്നെ മാത്രം കരുവാക്കിയിട്ട് ഇപ്പോൾ കാര്യമില്ലല്ലോ. അതാണ് ഞാൻ ഇതിനൊക്കെ മെനക്കെട്ടത്. പത്രക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ കൊടുക്കുക, അല്ലാണ്ട് ഇപ്പോൾ നിങ്ങളെ മാത്രം കരുവാക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്താ കാരണം എന്ന് ശരിക്കുള്ള കാരണം ഇവരെ സ്ഥിരം തൊഴിലാണെന്ന് ആദ്യം തന്നെ എല്ലാ ഇതിലും വന്ന ചാനലിലും മറ്റോ മറിച്ചൊക്കെ ഇതിൽ വരുന്നുണ്ടല്ലോ. ഇവർ ആദ്യത്തെ ഏത് ബോഡി വന്നാലും ഇവിടെ ശരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാവില്ല, ഇവിടെ വെച്ച് കളിപ്പിക്കും, എന്നിട്ട് പിന്നെ മഞ്ചേരി പോകണം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടൽ എന്ന് ആദ്യം തന്നെ റിപ്പോർട്ട് അതെല്ലാം ഇതിൽ പറയുന്നുണ്ട്, ആദ്യത്തെ ചാനലിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്നെ മാത്രം എന്തിനാ ഇവർ കരുവാക്കി? അപ്പോൾ എന്നോടുള്ള വൈരാഗ്യം എന്താണെന്നുള്ളത് എനിക്ക് അറിയണം, അത്രമാത്രം എനിക്ക് പറയാവും. സൂപ്രണ്ടിനെ കണ്ടു. ഇപ്പോൾ ഞാൻ അത് 8-ാം തീയതി രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ അല്ല, ഞാനവിടെ ബാക്കിൽ ഇങ്ങനെ വെള്ളമൊക്കെ നോക്കി വരുമ്പോൾ അയാളവിടെ സർട്ടിഫിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം വിളിച്ചിനോ? അല്ല, ഇന്നലെ വൈകുന്നേരം വിളിച്ചിനോ സാറേ, നമ്മളെ ഏജൻറ്റന്മാർക്ക് വിളിച്ചിനോന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചിട്ടില്ല, ഞാനിവിടെ ഉണ്ടായിട്ടില്ല, ഞാൻ ഇന്നലെ രാവിലെ പോയിട്ട് ഇന്നലെ രാത്രിയാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സൂപ്രണ്ടിന് എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിന്. അതിന് ഉള്ളിൽ കൂടി ഇങ്ങനെ സൂപ്രണ്ട് എനിക്ക് എത്രയായിട്ട് പ്രവർത്തിക്കും എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഇന്നലെ ഇപ്പോൾ പത്രക്കാർ ഏജൻറ്റന്മാരെ വിളിച്ചു, ചെട്ടിപ്പടിയുള്ള ഹംസാഖാനെ വിളിച്ചു, മഞ്ചേരിയുള്ള ബഷീറാഖാനെ വിളിച്ചപ്പോൾ ഇങ്ങനെ എന്താ ഇയാൾ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. അതിൻ്റെ ഇടയിൽ പിന്നെ നോക്കുക, പ്രശ്നമാക്കണ്ട, തീരുമാനം ഉണ്ടാക്കുക, ഒരു 15 ദിവസം മൂപ്പറ് ജോലി ചെയ്തോട്ടെ മറ്റാൾ, അത് കഴിഞ്ഞിട്ട് മൂപ്പറെ എന്നെ കയറ്റിക്കോളാം എന്ന് ഓരോട് പറഞ്ഞതിന് പത്രക്കാരെന്നോട് പറഞ്ഞു. അതിപ്പോൾ എങ്ങനെ തീരുമാനിച്ചതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 15-ാം തീയതിക്കല്ല, ഞാൻ അന്നന്ന് ഈ ഒരു മാസത്തിന് ശമ്പളം കിട്ടുന്നത് ഞാൻ 3-4 വട്ടമായിട്ടാണ് ഈ പൈസ വാങ്ങലെന്നെ. ശമ്പളം ഒന്നിച്ച് വാങ്ങാൻ എനിക്ക് ഉണ്ടാവില്ല. രാത്രി ഒരു ലാസ്റ്റ് മാസം കഴിയുമ്പോൾ 2-3 ഉറുപ്പിക ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെ വാങ്ങി കഴിയുന്ന ആളാണ്. എനിക്ക് വണ്ടിക്ക് എണ്ണ അടിക്കണം, വീട്ടിലെ ചിലവ് കഴിയണം, പിന്നെ എൻ്റെ ഇവിടുത്തെ വട്ടച്ചെലവ് കഴിയണം. വട്ടച്ചെലവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം കാര്യങ്ങൾ ഒരു അരച്ചായ വില ഒന്നും ചിലവ് ഈ 13 ഉറുപ്പികയിൽ തന്നെ എല്ലാം കഴിയണം. അപ്പോൾ ഒരു 6-7 ഉറുപ്പിക എനിക്ക് മാസത്തിൽ ഇവിടെ ചിലവിന് തന്നെ വേണം. ബാക്കിയുള്ള പൈസ കൊണ്ടാണ് ഞാനിങ്ങനെ ഒപ്പിച്ച് വരുന്നത്. അതും കൂടി ഇല്ലാണ്ടായാലും ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇപ്പോൾ ഏതായാലും 4 ദിവസം ലീവ് ആയിക്കോളാം, ഞാൻ കുഴപ്പമില്ല. തിങ്കളാഴ്ചയാണ് എന്നെ കയറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറാം, അല്ലെങ്കിൽ ബാക്കി തീരുമാനം എങ്ങനെ ചെയ്യുന്നത് അതുപോലെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ പോയതാണ് സാർ. രോഗിയെ കൊണ്ടുവന്നപ്പോൾ ജീവന്റെ അംശം ഉള്ളതായും മരണപ്പെട്ട ഒരാൾക്ക് വീൽചെയറിൽ ഇരിക്കാൻ കഴിയില്ലെന്നും സെക്യൂരിറ്റിക്കാരൻ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതാണ് ഇദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ കാരണമായി പറയപ്പെടുന്നത്. ഏജൻസിക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നതായാണ് വിവരം. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.